അതായത് ബി.ജെ.പി. സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പല നിയമനങ്ങളും നടത്തുന്നത് ഉപകാരസ്മരണ എന്ന നിലയിൽ ആണ് എന്ന ആരോപണം പലപ്പോഴായി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പശ്ചിമ ബംഗാളിൽ മനോജ് അഗർവാളിനെ ചീഫ് സെക്രട്ടറി ആക്കുമ്പോൾ അതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. സുവേന്ദു അധികാരി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ ചീഫ് സെക്രട്ടറി പദത്തിലേക്ക് മനോജ് അഗർവാളിനെ നിയമിച്ചു എന്നതായിരുന്നു ആരോപണം. ഇപ്പോഴിതാ രത്തൻ കേൽക്കർ, അദ്ദേഹം 2003 ബാച്ചിൽ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം കണ്ണൂർ കളക്ടർ പോലെയുള്ള സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് തള്ളിക്കളയാനുമാകില്ല. ഇത്തരം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നതിന് യോഗ്യത ഉള്ളവർ കൂടിയാണ്. പക്ഷേ പലപ്പോഴും സർക്കാരുകൾ മാറി മാറി വരുന്നതിന് അനുസരിച്ച് ഈ ഉദ്യോഗസ്ഥരെ പല നിയമനങ്ങളും നടത്തുമ്പോൾ IAS-കാർക്കിടയിൽ തന്നെ നമുക്കറിയാം, ഈ അടുത്ത കാലത്താണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നൊക്കെ സർക്കാരിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളും പോരും, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഇഷ്ടക്കാർക്ക് പരിഗണന ലഭിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിൽ അങ്ങനെയൊരു ആരോപണങ്ങളില്ല. കിരൺ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ആണ് അത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിനപ്പുറത്ത് പൊളിറ്റിക്കൽ പാർട്ടികൾ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒപ്പം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇടം നേടാൻ ഇപ്പോൾ വലിയൊരു നിര തന്നെയുണ്ട് എന്നതാണ് പല പൊളിറ്റിക്കൽ പാർട്ടികളും. നമുക്കറിയാം, ഈ വകുപ്പുകൾ അടക്കം വീതിച്ച് നൽകിയിട്ടുള്ളൊരു പശ്ചാത്തലം അറിയാം. അതിലേറ്റവും കൂടുതൽ വകുപ്പുകൾ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ എന്നത് കോൺഗ്രസിനാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം ലീഗുണ്ട്. മറ്റു മന്ത്രിമാരുടെ പട്ടിക പരിശോധിച്ചാൽ അവിടെ കേരള കോൺഗ്രസ് ഉണ്ട്, RSP ഉണ്ട്, അനൂപ് ജേക്കബ് ഉണ്ട്, CMB ഉണ്ട്. അതാത് പാർട്ടികളുടെ അനുഭാവികൾക്കും പിന്തുണയ്ക്കുന്നവർക്കുമൊക്കെയാണ് ഈ പേഴ്സണൽ സ്റ്റാഫുകളിൽ ഇടം ലഭിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇതാ 5 മന്ത്രിമാർ ആണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ 5 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എന്ത് തന്നെയാണെങ്കിലും 80ഓളം പേരുകൾ പാർട്ടി നിർദ്ദേശിക്കും എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം. എന്നാൽ ഈ 80 പേരുടെ പട്ടികയ്ക്ക് വേണ്ടി 1000 പേരാണ് ലിസ്റ്റിൽ ഉള്ളത്, അല്ലെങ്കിൽ പട്ടികയിൽ ഇടം നേടാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതാണ് കൗതുകകരമാകുന്ന കണക്ക്. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം എന്നിവർ ഈ സ്റ്റാഫ് പട്ടികയിലേക്കുള്ളവരുടെ അന്തിമമായ പേരുകൾ നിശ്ചയിക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദാണ് ഉള്ളത്. അനുമോദ്, 5 മന്ത്രിമാർ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടി, അതുകൊണ്ട് തന്നെ ഈ പേഴ്സണൽ സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുമ്പോഴും അതിനകത്തൊരു മത്സരമുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി അനുഭാവികളൊപ്പം ഈ തെരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാരോട് ചേർന്ന് നിൽക്കുന്നവർ, മന്ത്രിമാരോട് ചേർന്ന് നിൽക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ ലീഗിനുണ്ടോ? വലിയ നിര തന്നെയാണല്ലോ, 1000 പേർ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നിരയായി മാറുന്നുണ്ടല്ലോ അനുമോദ്. അഭിലാഷ്, 27 പേഴ്സണൽ സ്റ്റാഫാണ് ഓരോ മന്ത്രിമാർക്കും ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. അതിൽ തന്നെ 16ഓളം പേരെ മാത്രമേ പാർട്ടിക്ക് ഇത്തരത്തിൽ നിർദ്ദേശിക്കാൻ കഴിയൂ. ബാക്കിയുള്ളവർ നിലവിൽ സർവീസിലുള്ളവരും നിലവിൽ ഇതേ വകുപ്പിലുള്ളവരും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ 16 പേര് എന്ന് പറയുമ്പോൾ 5 മന്ത്രിമാർക്കായിട്ട് 80-ലധികം 80ഓളം പേർന്ന് കണക്കാക്കാം. അത്രയും പേർക്ക് മാത്രമേ ഇതിൽ അവസരമുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഓരോ പഞ്ചായത്തിൽ നിന്നും, മലപ്പുറത്തെ ഓരോ പഞ്ചായത്തിൽ നിന്നും 3 പേരുടെ പേരുകൾ വെച്ചാണ് മണ്ഡലം കമ്മിറ്റിക്ക് കൈമാറിയിട്ടുള്ളത്. മണ്ഡലം കമ്മിറ്റി ഇത് ജില്ലാ കമ്മിറ്റി കൈമാറും, ജില്ലാ കമ്മിറ്റി ഇത് സംസ്ഥാന കമ്മിറ്റി, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ തിരൂരങ്ങാടി മണ്ഡലത്തിൽ നിന്നൊക്കെ 42 പേരുടെ പേരാണ് കൈമാറിയത് മണ്ഡലം കമ്മിറ്റി എന്നാണ് അറിയാനാകുന്നത്. അത്തരത്തിലാണ് ഓരോ മണ്ഡലങ്ങളുടെ അവസ്ഥ. അതായത് ഏകദേശം ഒരു 1000ഓളം പേരുടെ പേരുകളുടെ വലിയൊരു പട്ടിക, ഒരു ജംബോ പട്ടിക തന്നെയാണ് ഇപ്പോൾ നേതൃത്വത്തിന് മുൻപിലുള്ളത്. നേതൃത്വത്തിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണ് ഇതിൽ ആരെ തെരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ. നിലവിൽ വലിയ തോതിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു കൃത്യമായ നിർദ്ദേശം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ, അത് കഴിഞ്ഞ് മന്ത്രിമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ കൃത്യമായ നിർദ്ദേശം, ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം അത് കൃത്യമായിട്ട് അതിൽ ഉണ്ട്. ഇനി സ്റ്റാഫിൻ്റെ നിയമനത്തിലും സമാനമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. കൃത്യമായിട്ട് ഓരോ ഈ ലിസ്റ്റിലുള്ള ഓരോരുത്തരെയും കൃത്യമായി സ്ക്രൂട്ടനി ചെയ്ത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമേ നിയമനം നൽകൂ എന്നാണ് അറിയുന്നത്. മാത്രമല്ല, നിലവിൽ തന്നെ ഈ മന്ത്രിമാർക്കൊപ്പം തുടരുന്ന സ്റ്റാഫുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ 20% പേർ അങ്ങനെ ഉണ്ടാകും. അതിന് പുറമെ വളരെ കുറച്ച് പേരെ മാത്രമേ നിയമിക്കാനാകൂ എന്നാണ് അറിയുന്നത്. അതായത് 16 പേരിൽ ഒരുപക്ഷെ 6 പേർ നിലവിൽ തന്നെ ഉള്ളവരാകാം.
പല തലങ്ങളിലായിട്ട്. ബാക്കി 10 പേർക്ക് വേണ്ടിയാണ് ഈ ഒരു വലിയ പട്ടിക വന്നിട്ടുണ്ടാവുക. അതിൽ മന്ത്രിമാരുടെ താല്പര്യം ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. മന്ത്രിമാർക്ക് ഒപ്പം നിൽക്കുന്നവരെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും. കാലങ്ങളുടെ അവർ കൂടെയുള്ളവരുണ്ടാകും. അപ്പോൾ അങ്ങനെ ഇതിൽ ആരെ തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ ഏതെല്ലാം ക്രൈറ്റീരിയ ആണ്, ഏതെല്ലാം മാനദണ്ഡങ്ങളാണ് പുലർത്തുക എന്നുള്ളതാണ് അറിയാനുള്ളത്. ലീഗിൻ്റെ മുമ്പിൽ, നേതൃത്വത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ആരെ ഒഴിവാക്കിയാലും ചിലപ്പോൾ വിവാദങ്ങൾ വന്നേക്കാം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്ന് ഉയരുന്നത് പാണക്കാട് കുടുംബം ഏകപക്ഷീയമായിട്ടുള്ള തരത്തിലേക്ക് തീരുമാനങ്ങൾക്ക് എടുക്കുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ലീഗിന് വേണ്ടി കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവർ, പലപ്പോഴും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ മാറി നിൽക്കേണ്ടി വന്നവർ, അങ്ങനെയുള്ളവരുടെ പേരൊക്കെ ഉൾപ്പെടുത്തിയുള്ള പട്ടികയാണ് താഴെത്തട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവുക. ഒരുപക്ഷേ ഈ തിരഞ്ഞെടുക്കുന്ന പട്ടികയിൽ ഇവരൊന്നും ഉൾപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരെ ഒഴിവാക്കിയെന്ന കാര്യത്തിൽ ഒരു വിശദീകരണം അത് നൽകാൻ ചിലപ്പോൾ ബാധ്യസ്ഥരാകുന്ന സാഹചര്യം വന്നേക്കാം, വിമർശനങ്ങൾ ഉയർന്നേക്കാം. എന്നാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തെക്കാട്ടിലും മന്ത്രി നിർണയത്തെക്കാട്ടിലും വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് അവരുടെ സ്റ്റാഫിനെ നിയമിക്കുന്ന ഈ ഒരു കാര്യം എന്ന തരത്തിലേക്കാണ് സാഹചര്യം നീങ്ങുന്നത്. ശരി, അപ്പോൾ അനുമോദ്, ഇതിലൊരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പലപ്പോഴായി സൂചിപ്പിച്ചത് കഴിഞ്ഞതാണ്, കോൺഗ്രസിലുണ്ടാകുന്നത് പോലെ വലിയൊരു തർക്കത്തിനൊന്നും ഇടം നൽകാറില്ല ലീഗിനകത്ത് എന്നാണ്. പക്ഷേ ഈ ലീഗിൽ നിന്നും അടക്കം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ചില പ്രതികരണങ്ങളും പാർട്ടി സംവിധാനത്തിന് നിരക്കാത്ത തരത്തിലൊക്കെയുള്ള പ്രതിഷേധങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പേഴ്സണൽ സ്റ്റാഫുകളുടെ കാര്യത്തിൽ അത്രയും ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പോൾ അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഈ പഞ്ചായത്ത് കണക്ക്, അത്തരം കണക്കുകളൊന്നും പൊരുത്തപ്പെടുന്നതല്ല. അതുകൊണ്ട് ഇതിലൊരു അന്തിമ തീരുമാനം എങ്ങനെ കൈക്കൊള്ളും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും പാണക്കാട് തങ്ങൾമാരുടെ നേതൃത്വത്തിൽ തന്നെയാകും അന്തിമ തീരുമാനം ഉണ്ടാവുക. കാരണം പലതരത്തിലുള്ള സമ്മർദ്ദം വന്നു കഴിഞ്ഞാലും അന്തിമ തീരുമാനം പാണക്കാട് നിശ്ചയിക്കുന്നതാണ് എന്നാണ് ലീഗിൻ്റെ ഒരു രീതി. ലീഗിൻ്റെ കാലങ്ങളായി തുടരുന്ന ശൈലി അതാണ്. മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള റഷീദ് അലി തങ്ങൾക്കാണ് ഇക്കാര്യത്തിൽ പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അദ്ദേഹവും PM സലാമും ചേർന്നാണ്. അപ്പോൾ റഷീദ് അലി തങ്ങളുടെ വാക്കുകളായിരിക്കും ഇതിൽ അവസാനമായിട്ട് പരിഗണിക്കപ്പെടുക. അദ്ദേഹം തീരുമാനിക്കുന്നതായിരിക്കും അന്തിമ തീരുമാനം. സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങൾക്കുള്ളിൽ, ഒരാഴ്ചയ്ക്ക് പരമാവധി ഒരാഴ്ചയാണെന്ന് അറിയാൻ കഴിയുന്നത്, അതിനുള്ളിൽ തന്നെ ഈ നിയമനങ്ങളൊക്കെ തന്നെ നടക്കുമെന്നാണ് അറിയുന്നത്. പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ, പാർട്ടിക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾ ത്യജിച്ച് താഴെത്തട്ടിൽ ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്നവർ, അങ്ങനെ പല ആളുകളെയും പരിഗണിക്കേണ്ടതായിട്ട് വന്നിരിക്കാം. അതിൽ തന്നെ മണ്ഡലം കമ്മിറ്റികൾ ക്രമനമ്പർ ഇട്ട് പ്രയോറിറ്റി നിശ്ചയിച്ച് നൽകുന്നവർക്ക് അവരെ കൂടുതൽ പരിഗണിക്കാനുള്ളൊരു സാധ്യത, അങ്ങനെ പലതരത്തിലുള്ള, അതേപോലെ പ്രവർത്തന പരിചയം, മുൻപ് ഏതെങ്കിലും നല്ല പ്രശ്നങ്ങളിൽ പെടാത്തവർ, അഴിമതി കേസുകളിലൊന്നും പെടാത്തവർ, താഴെത്തട്ടിൽ അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർ, അങ്ങനെ പലരുടെയും മാനദണ്ഡങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതായത് ലിസ്റ്റ് നൽകിയതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു അവസരം കിട്ടണമെന്നില്ല. ഓരോരുത്തരുടെയും കഴിവും ഇവിടെ കൃത്യമായി അളന്നു തന്നെയായിരിക്കും നിയമനത്തിലേക്ക് പോവുക എന്നാണ് നേതൃത്വം.